ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനി പുതിയ വീഡിയോസൊക്കെ വരാൻ പോവാണ്. നമ്മളിന്ന് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മൈദയാണ് എടുത്തിരിക്കുന്നത്, 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഷുഗർ നമുക്ക് വേണമെങ്കിൽ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറും ചേർത്ത് കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതുപോലെ ഷുഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാല് 1 കപ്പ് പാലാണ് വേണ്ടത്. ഈ പാലിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞും കിട്ടും. മറ്റേ പോലെ ചേർത്തെന്ന് വെച്ചും കുഴപ്പമില്ല. ഇനി ഈ പാലിലേക്ക് തന്നെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെഫ്രിജറേറ്ററിൽ നിന്ന് അപ്പം തന്നെ എടുത്ത മുട്ടയല്ല, നമ്മുടെ പുറത്തിരിക്കുന്ന മുട്ട വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഈ ഇളക്കിയ പാലിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടറിന് സോൾട്ട് ഉള്ള ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ സോൾട്ട് ആദ്യം ചേർത്ത പോലെ ചേർക്കരുത് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാമുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് നല്ലതുപോലെ ഇളക്കി വെക്കണം. പാലെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം ചേർത്തത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബട്ടർ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് 1/4 കപ്പാണ് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കേണ്ട ആവശ്യമില്ല, ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഫോം ചെയ്യും. അപ്പോൾ നമുക്കിത് പതിയെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടെ ആവശ്യത്തിന് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ആ ഒഴിക്കുന്നത് അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് റൗണ്ടിന് അത് ഒഴുകി വന്നോളും. അതിങ്ങനെ തിരിച്ചിടാനായിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ ആ മുകൾ ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞ് കണ്ടോ, ചെറിയ ബബിൾസ് വന്നത് പൊട്ടി അത് നല്ലപോലെ അതിൻ്റെ താഴ്ഭാഗം മൊരിഞ്ഞ് വരണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ഉണ്ടാക്കാമുള്ളൂ, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതപ്പോൾ സൈഡൊക്കെ റെഡിയായി വന്നപ്പോൾ നമുക്കത് മറിച്ചിടാം. ഇതുപോലെ നല്ല ഗോൾഡൻ കളറിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആ ഒരു കളർ തന്നെയാണ് ഈ ഒരു പാൻ കേക്കിൻ്റെ ഒരു കളർ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തെയും വശം ഇതേപോലെ ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാം. അടുത്തത് നമുക്ക് അടുത്ത മാവ് ഒഴിച്ച് അടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ഒരു 3 എണ്ണം നമുക്ക് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേൻ ഒഴിച്ച് കഴിക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും തേൻ ഉള്ളതുകൊണ്ട് തേൻ ഉപയോഗിച്ച് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കഴിക്കാം. അതല്ല ചോക്ലേറ്റ് സിറപ്പാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് 2 രീതിയിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. പെട്ടെന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ. പലരും ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റും കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കണ്ട. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പാൻ കേക്കുകളാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് കൂട്ടി ഇതേപോലെ തന്നെ എടുത്താൽ മതി കൂടുതൽ പേർക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. നമ്മളെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ.